രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് അല്ല ഇന്ന് പൊട്ടിച്ചത്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കർട്ടൻ റൈസർ എന്ന് വേണം കരുതാൻ. പക്ഷേ ഇവിടെ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് നേരിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ ആയിരിക്കുമോ കാര്യങ്ങൾ? രാഹുൽ ഗാന്ധിക്കെതിരെ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ഉന്നയിച്ച കാരണങ്ങളിൽ തെളിവുകളടക്കം കൊണ്ടുവന്നുകൊണ്ടുള്ള ശക്തമായ ആക്രമണത്തിന് ഒരു തുടർച്ചയുണ്ടാകുമോ? രാഹുൽ എന്താണ് പറഞ്ഞത്? സുജിയ, വലിയ തുടർച്ച ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്ന ഹൈഡ്രജൻ ബോംബ് ഇനിയും വെയിറ്റിംഗ് ആണ്, അതിന്റെ പണിപ്പുരയിലാണ് താനും തന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഉള്ളത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇന്ന് നേരിട്ട് ജ്ഞാനേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഒരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് മൊബൈൽ ഫോണുകൾ അതോടൊപ്പം തന്നെ മറ്റ് സോഫ്റ്റ്വെയറെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ബോട്ടുകൾ വെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ BJP ചെയ്തിരിക്കുന്നത്. അതിന് ജ്ഞാനേഷ് കുമാർ നേതൃത്വം നൽകുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നിട്ടും അത് പുറത്തേക്ക് പറയാതെ നിൽക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് കർണാടകയിലെ അനന്തിലെ അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര യെച്ചൂര എന്നീ രണ്ട് മണ്ഡലങ്ങളെ കാര്യം സൂചിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ തരത്തിലുള്ള ആരോപണമാണ് രാഹുലിന്റെ ഭാഗത്ത്. രണ്ടാമത്തെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയത്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ തൊട്ടു പിന്നാലെ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരുപോലെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്നാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. അനന്തിൽ 2023 ജയിച്ചത് കോൺഗ്രസ് ആണ്. അന്ന് ഇത്തരത്തിൽ വ്യാജമായ വോട്ടുകൾ വെട്ടാനുള്ള ശ്രമം നടന്നിരുന്നു, പക്ഷേ അത് ചെറുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസും ഉണ്ടെന്ന് കമ്മീഷൻ അറിയിക്കുന്നു. അതേസമയം BJP ആകട്ടെ രാഹുലിന് വലിയ നിരാശയാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്ന് അനുരാഗ് ഠാക്കൂർ അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുന്നു. കള്ളത്തരം പ്രചരിപ്പിക്കാൻ രാഹുലും ഒപ്പം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും എന്നതാണ് ഇവിടുത്തെ $1 മില്യൺ ക്വസ്റ്റ്യൻ.